ആൾക്കാർ ബാധിക്കുന്നുണ്ട്. വളരെ പ്രായമുള്ള ആൾക്കാരെ ഇതിൽ പെട്ടുപോകുന്നുണ്ട്. മ്യൂൾ അക്കൗണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. റിസർവ് ബാങ്കും സൈബർ സെല്ലും സൈബർ പോലീസൊക്കെ പറയുന്നത് അതിനെ മ്യൂൾ അക്കൗണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. മ്യൂൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൽ വാടകയ്ക്ക് വേറൊരു അക്കൗണ്ട് എടുക്കുകയാണ്. അതായത് ആയുധക്കടത്തോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഈ എന്തെങ്കിലും കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ട് സമാഹരിക്കുന്ന വൻതോതിലുള്ള കോടിക്കണക്കിന് രൂപ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എത്തിക്കാനുള്ള ഒരു ചാനലായിട്ട് അതിന് പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് കുട്ടികളെയാണ്, ചെറുപ്പക്കാരെയാണ്. അപ്പോൾ അവർക്ക് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു പാരിതോഷികം 5000 10,000 രൂപയോ കൊടുത്തിട്ട് അക്കൗണ്ടും അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും കരസ്ഥാക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഈ അക്കൗണ്ട് വഴി ലക്ഷങ്ങൾ കൈമാറാണ്. അപ്പോൾ ഇങ്ങനെ ലക്ഷങ്ങൾ കൈമാറുന്ന സമയത്ത് ഈ യഥാർത്ഥ ഉടമയായിട്ടുള്ള ആൾ, ഈ കുട്ടി ഇതിനെപ്പറ്റി അറിയുന്നേയില്ല, ഒരു കാര്യം അറിയുന്നില്ല. അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ ലക്ഷങ്ങൾ വേറെ ആരോ ചെയ്യുകയാണ്, അജ്ഞാതരായിട്ടുള്ള ആൾക്കാർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു തവണ ഈ പാരിതോഷികം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റേയാൾ ഇങ്ങനെ മുഖസാക്ഷിയായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ട പണ ഇടപാടായതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് പറഞ്ഞാൽ അധികം കഴിയാതെ തന്നെ 1-2 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഈ ട്രാൻസാക്ഷൻ എതിരെയാണ് നടന്നതെന്നുള്ളത് അന്വേഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ, പോലീസോ അല്ലെങ്കിൽ അതുപോലുള്ള ഏജൻസികൾ എത്തുകയാണ്. അപ്പോൾ ഈ എത്തുന്ന പോലീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഉറവിടത്തിൽ നിന്നായിരിക്കും വരും. ഇപ്പോൾ കൽക്കത്തയിൽ നിന്നോ ബോംബെയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഒക്കെയാണ് ഈ പണം അയച്ചതെങ്കിൽ അവിടെയുള്ള പോലീസാണ് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് ഈ അക്കൗണ്ട് ഉടമയെ പൊക്കിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ അറസ്റ്റിലേക്കും ജാമ്യം കിട്ടാത്ത സ്ഥിതിയിലേക്കും കേസിലേക്കും ഒക്കെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് കേസുകൾ ഉണ്ടാകുന്നുണ്ട്, മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീടുകളിൽ ഉള്ള ചെറുപ്പക്കാരോട് നമ്മൾ ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ മക്കളോ പേരക്കുട്ടികളോ മരുമക്കളോ ഒക്കെ ഉണ്ടാവും. അവരോടൊക്കെ ഈ കാര്യം ദയവ് ഷെയർ ചെയ്യുക. ഒരു കാര്യം പറയാനുള്ളൂ, ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് പേടിപ്പിക്കണമെന്നില്ല. നമ്മുടെ സ്വന്തം അക്കൗണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഈ പ്രശ്നമൊന്നും വരില്ല. അപ്പം നമ്മൾ വേറൊരാൾക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അക്കൗണ്ട് വേറൊരാൾക്ക് ഇടപാട് നടത്താൻ വേണ്ടി കൈമാറരുത്. ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് ഏത് സമയവും ഏത് ദിവസവും ഈ പണ ഇടപാട് നടത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ വരുന്ന ഏജൻറ്റുമാർ പലപ്പോഴും ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഈ കുട്ടികളെ വരയിലാക്കുന്ന ഏജൻറ്റുമാർ പലപ്പോഴും നമ്മളെ സമീപത്തുള്ള അയൽപക്കത്തുള്ള അല്ലെങ്കിൽ അയൽവാസി എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, നമുക്ക് പരിചയമുള്ള മുഖങ്ങളിൽ തന്നെയായിരിക്കും. അവർക്ക് വേറെ കമ്മീഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പലരും ഇതിൽ പെട്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമേ അക്കൗണ്ട് ഉപയോഗിക്കൂ എന്നുള്ള ഒരു തീരുമാനം എല്ലാവരും എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സുരക്ഷിതരായിട്ടിരിക്കാൻ പറ്റും.